എൻ്റെ വീട്ടിലേക്കായിട്ട് വാങ്ങിയ 3 കിലോ വാട്ടിൻ്റെ ട്രാൻസ്ഫോമർ ലെസ് ഇൻവേർട്ടറിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും JP നെറ്റ്വർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ഒരു ഇൻവെർട്ടറിൽ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ 550 വാട്ട്സിൻ്റെ 4 സോളാർ പാനൽ വാങ്ങിയിട്ടുണ്ട്. പിന്നെ 24 വോൾട്ടിൻ്റെ ലിഥിയം ബാറ്ററിയും വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ 2 വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് കാണാം. പിന്നെ പല കൂട്ടുകാരും പറയുന്നത് സോളാർ മൊത്തത്തിൽ പിടിപ്പിച്ചതിൻ്റെ വീഡിയോ ചെയ്യാൻ. എൻ്റെ പൊന്നു കൂട്ടുകാരെ, ഞാൻ ഇതുവരെയായിട്ട് സാധനം മൊത്തത്തിൽ പിടിപ്പിച്ചിട്ടില്ല. ഇപ്പോഴത്തെ അവസ്ഥ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും. എന്തായാലും നമുക്ക് പെട്ടി പൊട്ടിക്കാം. അതിനു മുമ്പ് ഈ ഒരു മുതൽ ആമസോണിൽ കിട്ടും. അതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് കയറി നോക്കാം. ഇപ്പോഴത്തെ പ്രൈസ് എത്രയാണെന്ന് നിങ്ങൾക്കപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ പിന്നെ നമുക്ക് പെട്ടി അങ്ങ് പൊട്ടിച്ചാലോ. അടിപൊളി പെട്ടിയാട്ടോ, നല്ല കട്ടിയുള്ള പെട്ടി. അതിൻ്റെ സൈഡിൽ ആ ചിലക്കൊന്നും പറ്റാണ്ടും ഇൻവെർട്ടർ പക്കയായിട്ടിരിക്കാൻ വേണ്ടി എന്തൊക്കെയോ സാധനങ്ങൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. എന്തായാലും പെട്ടി പൊട്ടിച്ച് ആദ്യം നമുക്ക് കിട്ടുന്നത് ഒരു കേബിളാണ്. നമ്മുടെ ഈ ഒരു ഇൻവെർട്ടറിലേക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു കേബിളാണ് നമുക്ക് കിട്ടുന്നത്. ഈ കാണുന്ന ട്രാൻസ്ഫോമർ ലെസ് ഇൻവെർട്ടറിൻ്റെ ഒരു പ്രധാന പ്രത്യേകത, ഇതിപ്പോൾ 3 kV ആണെങ്കിലും നമുക്കൊരു മോട്ടറൊക്കെ ഓണാക്കുമ്പോൾ ഹൈ ആംബിയറാണ് വലിക്കുന്നത്. അത് വേണം ഹൈ ആംബിയറുള്ള സാധനങ്ങൾ ഒന്നിച്ച് കൊടുത്തു കഴിഞ്ഞാലും അത് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ ആംബിയർ കുറഞ്ഞു വരും. അങ്ങനെ നമുക്ക് 3 kV ആണെങ്കിലും ഒരു 6 kVയുടെ ലോഡ് വരെ അങ്ങ് താങ്ങും. ഫസ്റ്റ് ഒരു 1 സെക്കൻഡ് 2 സെക്കൻഡ് വരെ. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് വളരെയധികം ഉപകാരങ്ങളുണ്ട്. പിന്നെ ആണെങ്കിൽ ഇതിനകത്ത് ലിഥിയം ബാറ്ററി സപ്പോർട്ടാണ്. അതും പോരാത്തതിന് ലിഥിയം ബാറ്ററി ഇല്ലെങ്കിലും ഡയറക്റ്റ് സോളാർ പാനൽ ഉപയോഗിച്ചിട്ട് സാധനം വർക്കാവും. പിന്നെ ഈ കാണുന്ന സാധനമാണ് ഇതിനകത്ത് ഇൻ്റർനെറ്റ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡോങ്കിൾ. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഫോണിലേക്ക് നമ്മൾ വൈഫൈ ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്ത് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ കൺട്രോളിൽ ആക്കുന്നതും പിന്നെ ഇന്ന് എത്ര യൂണിറ്റ് കിട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ ആപ്പ് വഴി അറിയാൻ സാധിക്കും. ഈ ഒരു ട്രാൻസ്ഫോമർ ലെസ് ഇൻവെർട്ടർ പ്യുവർ സൈൻ വേവ് ഇൻവെർട്ടറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിലുള്ള എല്ലാ ലോഡും ഇതിനകത്ത് കൊടുക്കാൻ സാധിക്കും. പിന്നെ ആണെങ്കിൽ ഇതിനകത്ത് വൈഫൈ ഉപയോഗിച്ചിട്ട് നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിലും iOS ഡിവൈസ് ആണെങ്കിലും നമുക്ക് ഇതിൻ്റെ ഫുൾ കാര്യങ്ങൾ അത് ഉപയോഗിച്ചിട്ട് നിയന്ത്രിക്കാൻ സാധിക്കും. പിന്നെ ഇതൊരു MPPT ഇൻബിൽറ്റായിട്ട് വരുന്നതാണ്. 80 ആംബിയർ വരെയാണ് ഇതിനകത്ത് മാക്സിമം ചാർജിങ് നടക്കുന്നത്. അടുത്തതായിട്ട് ഇതിൻ്റെ സോളാർ പാനൽ വോൾട്ട് വരുന്നത് 90 തൊട്ട് 450 വോൾട്ട് വരെ നമുക്ക് പാനൽ സപ്പോർട്ടുണ്ട്. അതും നല്ല ഹൈ ആണ്. അതുകൊണ്ട് നമുക്ക് കിട്ടാവുന്ന ഏത് പാനൽ മേടിച്ച് കഴിഞ്ഞാലും ഇതിനകത്ത് നമുക്ക് കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ ഇതിൽ കണക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ സോൾഡർ ചെയ്ത് ഒക്കെ കയറ്റി കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ കൂടെ കയറ്റാൻ കുറച്ച് ചടങ്ങാണ്. ഇതിൻ്റെ ഹോളൊക്കെ തീരെ ചെറുതുപോലെ നമുക്ക് തോന്നും. കറക്റ്റായിട്ട് അതിൻ്റേതായ രീതിയിൽ അടിച്ച് കയറ്റണം. അതൊക്കെ ഞാൻ ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ വീഡിയോയിൽ കാണിച്ചു തരാം. ഈ ഒരു ബ്രാൻഡിനെ കുറിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യവുമില്ല. കാരണം ഇത് മെയ്ഡ് ഇൻ ചൈന സാധനമാണ്. ഇവന്മാർ ഈ സാധനം ഇവിടെ ഇമ്പോർട്ട് ചെയ്തിട്ട് സ്റ്റിക്കർ അടിച്ച് വിടുന്നതിലുണ്ട്. എന്താണ് പറയാനുള്ളത്? എന്തായാലും ഈ ഒരു മുതൽ നമ്മൾ മേടിച്ചിട്ട് നമ്മൾ പക്കയായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് ഉപയോഗിക്കാമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഈ ഒരു ഹൈ ഫ്രീക്വൻസി ഇൻവെർട്ടർ നമ്മുടെ കേരളത്തിൽ അങ്ങനെ അധികം ആരും തന്നെ ഉപയോഗിക്കുന്നില്ല. എന്നാൽ കുറച്ച് ഗൾഫിലൊക്കെ പോയിട്ട് നാട്ടിൽ വന്ന ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതും ഒരു വാറണ്ടി പോലും ഇല്ലാണ്ട് മേടിച്ച് ഈ സാധനം ഉപയോഗിക്കുന്നുണ്ട്. ഈ ഒരു മുതലിന് 1 ഇയർ വാറണ്ടി ഉണ്ട്. 31,000 ചില്ലാൻ രൂപയാണ് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത്. എന്തായാലും ആമസോണിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കയറി കഴിഞ്ഞാൽ കറക്റ്റ് പ്രൈസ് അറിയാം. ഈ ഇൻവെർട്ടറിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം. ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് ടെസ്റ്റ് ചെയ്ത് പഠിക്കട്ടെ. പിന്നെയാണെങ്കിൽ ഇതിൻ്റെ ഒരു പ്രധാന നെഗറ്റീവായിട്ട് പറയാനുള്ളത്, ഇടിവെട്ടി കത്തിപ്പോയി കഴിഞ്ഞാൽ ഈ ഒരു സാധനം ആ ഒരു ബോർഡ് മാറ്റി വയ്ക്കേണ്ട അവസ്ഥയാണ്. അതുകൊണ്ട് റിപ്പയറിങ് നടക്കില്ല എന്ന് തന്നെ പറയാം. അതൊരു നെഗറ്റീവാണ്. അതിനൊരു വഴി എന്താണെന്ന് ചെയ്യാം, നല്ല രീതിയിൽ ഇടിവെട്ടിയിൽ നിന്ന് സംരക്ഷണത്തിനുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചെയ്തു വെക്കണം. ഞാൻ എന്ത് ചെയ്യുമെന്ന് ഈ ഒരു സാധനം മൊത്തത്തിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളെ നമ്മൾ കാണിച്ചു തരാം. പിന്നെയാണെങ്കിൽ ഫുള്ളായിട്ടുള്ള വീഡിയോ വരാൻ കുറച്ചുകൂടി ടൈം എടുക്കും. നമ്മൾ പല ദിവസങ്ങളും വീട്ടിൽ ഇല്ല. അതുകൊണ്ട് ഇൻസ്റ്റാളിംഗ് ഒന്നും നടക്കുന്നില്ല. പിന്നെ വീഡിയോ എടുക്കണം. അങ്ങനെ വരുമ്പോൾ സമയം ഒരുപാട് വേണം. കണക്ഷൻ കൊടുക്കാൻ വേണ്ടി ഇൻവെർട്ടറിൻ്റെ അടപ്പ് നമ്മൾ തുറക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ തുറന്നു കഴിയുമ്പോൾ ഇത് വേണം കണക്ഷൻ കൊടുക്കാനുള്ള പോയിൻ്റ് കിട്ടും. അവിടെ നമ്മൾ കണക്ഷൻ കൊടുക്കണമെങ്കിൽ വേറെ ടൂളിൻ്റെ ആവശ്യമുണ്ട്. അതൊക്കെ ഞാൻ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം.
അതുകൊണ്ട് സോൾഡറിങ് അയൺ മാത്രം പോരാ ഇത് സാധനം സെറ്റ് ചെയ്യണമെങ്കിൽ. കേട്ടോ, ഇതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഇപ്പോൾ പൈപ്പൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പൈപ്പിൻ്റെ ക്ലാമ്പ് അടിച്ചിരിക്കുന്നത് നമ്മുടെ റൂഫ് ഷീറ്റിൻ്റെ അലുമിനിയം കഷ്ണമാണ് ബാലൻസ് കിടന്നത്, കട്ട് ചെയ്ത് കളഞ്ഞ പീസൊക്കെ. നമ്മൾ പൈസ ലാഭിക്കുക എന്ന് മാത്രമല്ല, നമ്മളാണെങ്കിൽ റീസൈക്ലിങ്, അതാണ് പ്രധാന മാർഗം. എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. എല്ലാവർക്കും എൻ്റെ എല്ലാ നന്ദി ഞാൻ പറഞ്ഞുകൊള്ളുന്നു.